സംഘർഷം ഓറുണ്ട്. ഇനി ആരെ അടിക്കരുത്. എൻ്റെ നാടല്ലേ ഇത്. നമ്മൾ കിടന്നുറങ്ങിയല്ലേ കൊന്നോളാൻ പറയാൻ പറ്റില്ല. ഒരിക്കലും ആരെയും ചെയ്യരുത്. എനിക്ക് ആരുടെ പിണക്കൊന്നുമില്ല. ചെയ്യരുത്. തൊഴിൽ വരാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലം ജില്ലയിൽ ഒരു ക്ഷേത്ര ഉത്സവത്തിനിടെ ഗാനമേളക്കിടയിലായിട്ട് ഒരു ചേട്ടനെ കസേര കൊണ്ട് അടിക്കുന്ന ഒരു രംഗം കണ്ട്. ആ ചേട്ടൻ ഏതാണ്? അടി കൊണ്ട ചേട്ടൻ ഏതാണ്? ചേട്ടൻ്റെ പേരെന്തോ? നായർ. ചേട്ടൻ എവിടെ സ്ഥലം? തിരുവനന്തപുരം. ചേട്ടനെയാണ് ഇന്നലെ കസേര കൊണ്ട് അടിച്ചേ? ആണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഒരു വിഷ്ണു, അതായത് ഈ ആശ്രമം നടന്ന വിഷ്ണു ക്ഷേത്രമുണ്ടല്ലോ, അവിടെ ഒരു ഡാൻസ് കളിച്ചു. ഒരു ഗാനമേള ഡാൻസ് കളിച്ചു. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ചില്ല. ആ ലൈഫ് എല്ലാം കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും. അത്രയും മൊത്തം ജനം എല്ലാം നോക്കണം എന്നെ അടിക്കണോ. അവരെല്ലാവരും പറയണു എന്തിനാ പാപ്പട്ടനെ അടിച്ചത് എന്ന് ചോദിച്ചു. ആരുമില്ല. ഒരു ആക്രിയും കുപ്പിയും പറയണ കാരണം കുപ്പിയെല്ലാം പറയും ഈ കിടങ്ങാണ്. ഇങ്ങനെ അമ്മ മാത്രമേ ഉള്ളൂ വയസ്സായത്. ഞങ്ങൾ ആരും തെറ്റ് ചെയ്യാൻ പോയില്ല. ഇത് എന്ത് ചെയ്യണം നമ്മൾ? അപ്പം ഇങ്ങനെയാണെങ്കിലേ മറ്റവനെ ഒരു പയ്യനെ അടിച്ചു കൊന്നോളേ നമ്മളെ അടിച്ചു കൊല്ലു. എന്താടാ ഇവിടെ അടിച്ചു കൊള്ളൂല്ലേ? എന്താണ് സംഘടന പറയാട്ടോ? ആരെയും ഒരു കോവിലൊരു ഗാനം വയ്ക്കുമ്പോഴേ എല്ലാവരും കളിക്കും. ഞാൻ കളിച്ചെന്നേ ഉള്ളൂ. എന്നെ അടിച്ചു. അത് എന്ത് കാരണം അടിച്ചു? വല്ലുപോയി ഇടാൻ മുറില്ല. ഇവിടെല്ലാം പാടുണ്ടല്ലേ? എന്നെ അടിച്ചത്. നമ്മൾ ഒരു തെറ്റും ചെയ്തില്ല. സംഘർഷം ഓറുണ്ട്. ഇനി ആരെ അടിക്കരുത്. എൻ്റെ നാടല്ലേ ഇത്. നമ്മൾ കിടന്നുറങ്ങിയല്ലേ കൊന്നോളാൻ പറയാൻ പറ്റില്ല. ജോലി എന്തുവാ? ഞാൻ രാത്രി കുപ്പി ഇറങ്ങണം. കുപ്പി ഉറക്കുവാ ജോലി അല്ലേ? നമ്മളാരും ചെയ്യില്ല. തൊഴിൽ പറയണം. ഇനി ആർക്ക് ഇത് ഉണ്ടാകും? ചേട്ടൻ്റെ വീട്ടിലാരെ കൊണ്ട്? എനിക്കെന്നെ അമ്മ അതുകൊണ്ട് പൈസ തരാൻ അമ്മയുണ്ട്. അമ്മയുടെ കാലം വരെ എന്നെ അമ്മയെ കണ്ടു കഴിഞ്ഞാല് അമ്മ തങ്ങിച്ചാവും. എന്നെ അടിച്ച കണ്ടു. ആരോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഒരിക്കലും ആരെയും ചെയ്യരുത്. എനിക്ക് ആരുടെ പിണക്കൊന്നുമില്ല. ചെയ്യരുത്. തൊഴിൽ വരാണ്. തൊഴിൽ ഈ കൊല്ല ചേട്ടാ ഒരു മിനിറ്റ് കേൾക്കണം. ഈ കൊല്ല അവർക്കൊന്നും പലിശ കൊടുത്തതല്ല. എല്ലാ ജനങ്ങളും ഓർമ്മേ ഒരു ഉത്സവം കളിച്ചാൽ ഒരു ഉത്സവം പറഞ്ഞത് ഒരു ഡാൻസ് കളിച്ച എന്താ അതിന് എന്നെ അടിച്ച് എന്താ ആശ്രയിച്ചോളൂ. യൂട്യൂബിൽ എല്ലാം ഉണ്ടല്ലോ എന്നെ അടിച്ചത്. ഞാൻ എന്നെ അടിച്ചത് ഒരു അപ്പാപ്പനാ എന്നെ എന്നെ അടിച്ചത്. ആരും അത് തടഞ്ഞില്ല. അവിടെ ഇങ്ങനെ 22 ജനങ്ങളെല്ലാം ഒരു വീഡിയോ ഇടുന്നുണ്ട്. എന്നെ അടിച്ച് അവർ ചോദിച്ചു. ലാസ്റ്റ് ഒന്നും ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പോയി. ഇനി ആർക്കും ഈ കൊല്ലത്ത് സംഭവിക്കരുത്. ഞാൻ കൈ വേണം. അത് ഏത് 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 പാർട്ടിക്കാരനാലും കുഴപ്പമില്ല. ഇനി അടിക്കലാണ്. ഇങ്ങനെ അടിക്കല്ലേ. ഇങ്ങനെ അടിച്ചാണ്ടല്ലേ ഇല്ല പല്ലും പോയി. ഡാൻസ് കളിച്ചാൽ തെറ്റുണ്ടോ ഏട്ടാ? ശരി.